ഈ കേട്ടൊക്കെ സത്യാണോ നസ്നി? സത്യം. കാര്യായിട്ട് 14-ാമത്തെ വയസ്സില് വീട് മുഴുവൻ നോക്കി. ഷോ, നസ്നിയോടുള്ള എൻ്റെ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ശരിക്കും ഇങ്ങനെ ഒരു വീടിന്റെ ഭാരം മുഴുവൻ എടുത്ത് ഇക്കാനെ ഗൾഫിലേക്കൊക്കെ അയച്ച് സമ്മതിച്ചിരിക്കുന്നു നസ്നി. ജീവിതത്തിലെ എല്ലാ പ്രാരബ്ധങ്ങളും ഏറ്റെടുത്ത ആളാണ്. ആളെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നതിന്റെ ഒരു പിറകിൽ അതാണെന്ന് തോന്നുന്നു. ഒരുപാട് ഉമ്മ പറഞ്ഞില്ലേ, ഒരുപാട് കുത്തുവാക്ക്, ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചത് നിന്നും. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞോളൂ. യാതൊരു വിഷയമില്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം കടന്നാണ് ഇവിടെ എത്തിയത്. അതെ, ആ കോൺഫിഡൻസ് ആണ് ശരിക്കും. നസ്നി, ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. തീയിൽ കൊടുത്തപ്പോൾ എലിമിനേഷനിൽ പാടില്ല. നസ്നി, ഇപ്പൊ ഞങ്ങളുടെ റെസ്പെക്ട് ഒക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഒരുപാട് സ്നേഹം. ആ ഫാമിലി എല്ലാരും ചിരിച്ചു കാണുമ്പോൾ ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമുക്കൊരു കണ്ണ് നിറഞ്ഞു പോവാ. ഞാൻ കരഞ്ഞാന്ന് വന്ന് കെട്ടിപ്പിടിക്കാമോ? ഒരു ഉമ്മ തരാമോ? ഞാൻ വേണമെങ്കിൽ അറിയാം. എന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അപ്പൊ ഇനിക്കറിയില്ല, റൗണ്ട് കൂടെ എത്തിയല്ലോ, അതിന് ഏറ്റവും വലിയ ഭാഗ്യം. എനിക്കറിയില്ല എന്തായാലും. സന്തോഷായി. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. എന്നും ഈ സൗന്ദര്യവും ഈ ചിരിയും കൂടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കെട്ടിപ്പിടുത്തം കിട്ടിയല്ലോ, ഉമ്മ കിട്ടിയല്ലോ. താങ്ക് യു ചേച്ചി. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. എന്താ ഗ്രാൻഡ് ഫിനാലെ? ഞാനതാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ഐ ലവ് യു പറയുന്നു. ഇത് എന്താ വാട്സാപ്പിൽ ചെയ്യണ? എനിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഐ ലവ് യു പറയുന്നത് ആരുമില്ല. വേണോ? ആരെങ്കിലും വേണോ? വേണ്ട. ഇപ്പൊ വിളിക്കാം. വേണ്ട. ആരെ വിളിക്കുന്നു? എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. എനിക്കതിന് ഉമ്മ ഒരു ഉമ്മ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. വേണ്ടെന്ന് ഉമ്മയും വേണ്ട. എപ്പോഴും കരയുമ്പോ മഞ്ചേരി കൂടി ഉണ്ടാവില്ല. അപ്പൊ താൽക്കാലികമായിട്ട് കരയേണ്ട സിറ്റുവേഷൻ വന്നാ ഇക്കോട് പറഞ്ഞിട്ട് ഉമ്മ മേടിക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി എന്താണുള്ളത്? ഓർമ്മിപ്പിക്കേണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കും. കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.